ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിൽ ഒരു വിവാദത്തിലേക്ക് പോയി അതിൻ്റെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. ഞാൻ ഇത്തരമൊരു ആരോപണങ്ങളും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ആരാണോ ആശയം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. അല്ല, അതൊന്നും അങ്ങനെ ഒരു വിവാദ വിഷയമാക്കേണ്ട ഒരു കാര്യമല്ല. അതിപ്പം ഗവൺമെൻറ്റുകൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ചിലപ്പോൾ കരുതി കൂട്ടി ഏതെങ്കിലും തരത്തിൽ മാറ്റുന്നുണ്ടോ എന്നറിയില്ല. ജയരാജൻ വളരെ നന്നായിട്ടാണ്, നല്ല രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചതായി ഞാൻ കണ്ടു, ഞാൻ കേട്ടു. നമുക്ക് ഒരു തരത്തിലുള്ള അഴിമതിയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് മറ്റേതെങ്കിലും തരത്തിലൊരു വിവാദം ഉണ്ടാക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതിനോട് എനിക്ക് ഒരു വിയോജിപ്പുമില്ല. ഉദ്യോഗസ്ഥന്മാരെ ഓരോ ഗവൺമെൻറ് വരുമ്പോഴും കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ ഓരോ മേഖല നിശ്ചയിക്കും. അവർ സ്ഥിരമല്ല IAS ഉദ്യോഗസ്ഥന്മാർ. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. മാറ്റിയതിൽ അങ്ങനെ ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് വിവാദമാക്കേണ്ടതില്ല. പക്ഷേ പരിശോധിക്കേണ്ട വിഷയം മാറ്റുന്നതിന് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അതിപ്പോൾ എനിക്കറിയില്ല. ഹലോ, ഗുഡ് ഈവനിങ്. 9 ദിവസമായി പടക്കോപ്പുകൾ നിറച്ച് UDF സർക്കാരിനെയും അതിന്റെ ക്യാപ്റ്റനെയും ലക്ഷ്യമിട്ട് നീങ്ങുകയായിരുന്ന ഒരു കപ്പലിൽ ഒരു വിള്ളൽ. ശത്രുപക്ഷത്തു നിന്നല്ല, സ്വന്തം കപ്പലിൽ നിന്ന് തന്നെ. അങ്ങനെ വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷാക്രമണങ്ങൾക്ക് സഡൻ ബ്രേക്ക്. അദാനി VD സതീശൻ ഡീൽ, സംസ്ഥാന താൽപര്യം ബലികഴിച്ചു തുടങ്ങി തൊടുത്തുവിട്ട ആയുധങ്ങളെല്ലാം അങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന സ്ഥിതി. EP ജയരാജനാണ് തനിക്ക് അത്തരം ആക്ഷേപങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് ടീം പിണറായി തന്നെ നയിച്ച പോരാട്ട മുന്നണിയെ ക്ഷീണിപ്പിച്ചത്. പിന്നാലെ അതാ വേറെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ. പിണറായി വിജയനും ഒന്നും പിന്നെ പറഞ്ഞിട്ടില്ല. MV ഗോവിന്ദൻ ഇന്നും പാർട്ടി പത്രത്തിൽ എഴുതി എങ്കിലും ജയരാജൻ എപ്പിസോഡിന് ശേഷം ഒന്നും. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനെ പിടിക്കാനാണ് വല വിരിച്ചത്. വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു വലിയ വല വിരിച്ചത് മുഖ്യമന്ത്രി VD സതീശനെ പിടിക്കാനായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ പുതിയ AKG സെന്ററിന്റെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ കണ്ണൂരിലെ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണത്തിലും ഗൗതം അദാനിയുടെ സഹായ ഹസ്തങ്ങൾ, കൈകൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നതോടുകൂടി പിണറായി വിജയനെയും ഗോവിന്ദനെയും തള്ളിക്കൊണ്ട് സഖാക്കളായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള PK ശ്രീമതി, EP ജയരാജൻ, KK ശൈലജ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി പേരാണ് രംഗത്ത് വരുന്നത്. ഇവര് രംഗത്ത് വരുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പറയുന്നത് എന്താണ്? അങ്ങനെ വിഴിഞ്ഞത്തെ വിവാദങ്ങളിൽ പെടുത്തി തകർക്കേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ എന്ത് നല്ലത് വന്നു കഴിഞ്ഞാലും അതിൽ വിവാദങ്ങൾ ഉണ്ടാക്കി അതിനെ തകർക്കുക. കേരളത്തില് ഒരു നന്മയും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ ഞങ്ങളാണ് തന്ത എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടരാണിത്, അല്ലെ? വിഴിഞ്ഞം തുറമുഖം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഒപ്പിട്ടത് മുതൽ ഇവര് അതിനെതിരെയായിരുന്നു. എന്നാൽ അധികാരത്തിലേറിയപ്പോ ഈ അദാനിയെ കൊണ്ടുവന്നു, AKG സെന്ററിൽ കൊണ്ടുവന്നു, സ്വീകരിച്ചു, ചർച്ചകൾ നടത്തി, പൈസയും വാങ്ങി, AKG സെന്ററും ഉണ്ടാക്കി, അഴീക്കോടൻ സ്മാരക മന്ദിരവും ഉണ്ടാക്കി. ആ സഖാക്കള് ഇന്ന് വലിയ വെട്ടിലായിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം KK രാഗേഷിന് എന്താ ഇതിൽ വലിയ താല്പര്യം എന്ന് സതീശൻ ചോദിച്ചത് മുതൽ പണി കിട്ടി തുടങ്ങി. സതീശൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. സതീശൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. പിന്നാമ്പുറ കെട്ടുകഥകൾ ഓരോന്നായിട്ട് പുറത്തേക്ക് വന്നു. KK രാഗേഷിന് വലിയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലെ പ്രധാനിയായിരുന്ന KK രാഗേഷ് അവിടെ നിന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറിയത് മുതൽ പിന്നീട് ഇങ്ങോട്ടാണ് ഈ പറയുന്ന നടപടികളും ഫണ്ട് കൈമാറ്റവും അദാനിക്ക് കൈകൊടുക്കലും ഒക്കെ നടന്നത്, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയനും കൂട്ടർക്കും 35 സീറ്റിൽ ഒതുങ്ങി കേരളത്തിന്റെ നിയമസഭയിൽ യാതൊരു വോയിസും ഇല്ലാതെ ആകെ നാണം കെട്ട് നെറികെട്ട് ചുടുവെള്ളത്തിൽ വീണ പൊഴിയെ പോലെ ആകെ എടങ്ങാറായി നിൽക്കുന്ന അവസരത്തിലാണ് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ വിഴിഞ്ഞവുമായിട്ട് വന്നത്. വിഴിഞ്ഞത്തേക്ക് ഒരു കപ്പൽ കൊണ്ടുവന്നു നിറയെ പടക്കോപ്പുകളുമായിട്ട്. പക്ഷേ ആ കപ്പല് കപ്പിത്താൻ തന്നെ മുക്കി. സതീശന് വേണ്ടിയാ വല വിരിച്ചത്. പക്ഷെ സതീശനെ പൂട്ടാൻ കഴിഞ്ഞോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്ന സതീശനെക്കാളും ഡബിൾ സ്ട്രോങ് ആയ സതീശനെയാണ് മുഖ്യമന്ത്രി കസേരയിൽ നമ്മൾ കാണാൻ കഴിയുന്നത്, അല്ലെ? മന്ത്രിസഭാ മീറ്റിംഗ് കഴിഞ്ഞാൽ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 3/4 മണിക്കൂർ ഒക്കെ വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനങ്ങളില് മാധ്യമ പ്രവർത്തകർക്ക് ഇന്നലെ ഒരു പ്രവർത്തകൻ ഒരു മാപ്ര കരയുന്നത് കണ്ടു.
മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ പോലും പറ്റാത്ത അവസരം സൃഷ്ടിക്കുകയാണ്. എന്തിനാ ഇത്ര അഗ്രസീവ് ആകുന്നത് എന്ന് സതീശൻ വളരെ കൃത്യമായിട്ട് തന്റെ പണിയെടുക്കാൻ അയാൾ ഈ പറയുന്ന കുത്തിത്തിരിപ്പുമായി വരുന്നവരെ വാ മൂടിക്കെട്ടുക. നിങ്ങൾ ഓരോ വാർത്താ സമ്മേളനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. ഒരു ചോദ്യം ചോദിച്ച് പൂർത്തീകരിക്കാൻ പോലും മറുപടി കൊണ്ട് അയാൾ സമ്മതിക്കുന്നില്ല. എന്നിട്ടല്ലേ മറുചോദ്യം എന്ന് പറയുന്നത്. വളരെ കൃത്യമായ ഷാർപ്പായിട്ടുള്ള സതീശന്റെ ശരീരഭാഷ തന്നെ അങ്ങനെയാ. അയാളൊരു എന്താ പറയേണ്ടത്, ഒരു മെജോറിറ്റി അത് അയാളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അയാളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതിനേക്കാളൊക്കെ ഉപരി താൻ പഠിച്ചിട്ട് വന്നിട്ടാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. എന്തൊരു കാര്യമാണെങ്കിലും വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ടാണ് ആ മനുഷ്യൻ ഇത്തരം ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ളതാണ് അയാളുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഴിഞ്ഞത്തില് തട്ടി തകർന്നിരിക്കുക, തള്ളുകയാണ്. ആരെയൊക്കെ തള്ളുന്നത് ജയരാജൻ ഗോവിന്ദനെ തള്ളുന്നു. ആ ജയരാജൻ തള്ളിയതിനെ ശ്രീമതി ശരിവെക്കുന്നു, ശൈലജ ശരിവെക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന പിണറായി വിജയൻ തള്ളാൻ വരുമ്പോ പിണറായി വിജയനെ പിടിച്ച് തള്ളി മൂലക്കിരുത്തുന്നു. ഇനി വരാൻ പോകുന്ന ഈ പറയുന്ന വിശാല കേന്ദ്ര കമ്മിറ്റി ഓഗസ്റ്റിൽ വരാൻ പോവുകയാണ്. ആ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന കമ്മിറ്റിയില് പിണറായി വിജയനെതിരെയും കോവിന്ദിനെയും അടിച്ച് മൂലക്കിരുത്താനുള്ള പണിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂട്ടത്തില് പിണറായി വിജയന്റെ കുഴലൂത്തുകാരായിട്ടുള്ള ചില ആളുകളെയും അവര് പാർട്ടിക്ക് വലിയ 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 നഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് വിലയിരുത്തൽ. മനസ്സിലായില്ലേ? അപ്പൊ അവസാനം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ സതീശനെ വീഴ്ത്താൻ വാരിക്കുഴിയൊരുക്കി. പക്ഷേ വിജയൻ എന്ന് പറയുന്ന സഖാവ് ആ വാരിക്കുഴിയിൽ വീണു എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നിയമസഭയില് ഗോപാലൻ പറഞ്ഞു കേട്ടില്ലേ, പ്രതിപക്ഷ നേതാവ് മിണ്ടാതിരിക്കാതെ വാ തുറന്ന് സംസാരിക്കുക, അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ ഇരിക്കാതെ വാ തുറന്ന് സംസാരിക്കുക. എന്തുകൊണ്ടത് പറയേണ്ടി വന്നു? കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ നല്ല ദീർഘവീക്ഷണ. അത് അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല ദീർഘവീക്ഷണ. തനിക്കെതിരെ, തന്റെ കുടുംബത്തിനെതിരെ, തന്റെ മകൾക്കെതിരെ, മകനെതിരെ എന്താണ് വരാൻ പോകുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് നല്ല ദീർഘവീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോ പിണറായി വിജയൻ കുനിഞ്ഞു നിന്നത്, വളഞ്ഞു പോയത് അതിന്റെ അടിസ്ഥാനത്തിലാ. അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിയമസഭയിൽ വാമൂടിക്കെട്ടി കുനിയാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് വാമൂടിക്കെട്ടി ഇരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണവും എന്താണ്? അതിന്റെ കാരണവും ഈ മകളെയും മകനെയും സേഫാക്കിയിട്ട് ഒരു സൈഡിലൂടെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോ ഈ വിഷയങ്ങളിലൊക്കെ സതീശനെ ടാർഗറ്റ് സതീശൻ മാത്ര. അത് മുഖ്യമന്ത്രി ആയപ്പോ മാത്രമല്ല കേട്ടോ, മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് എക്സാക്ട്ലി ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോ, തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പോലും സതീശൻ ടാർഗറ്റ് ചെയ്യപ്പെട്ട് ചീറ്റിപ്പോയതാ. പുനർജനിയില് സതീശനെ കൊടുക്കാമെന്ന് കരുതി. പക്ഷെ പുനർജനിയുടെ അടുത്തേക്ക് പോയപ്പോഴാ മനസ്സിലായേ അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് സതീശനെ പറവൂരിൽ പരാജയപ്പെടുത്താൻ പണിയെടുത്തു. കാരണം സഖാക്കളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കസേരയിൽ സതീശനല്ലാത്ത ആര് വന്നാലും അഡ്ജസ്റ്റബിൾ ആയിരുന്നു. പക്ഷെ സതീശനാണെങ്കിൽ ഒരു വഴിയുമില്ല. മനസ്സിലായില്ലേ? വേറെ ഓപ്ഷനുകളില്ല, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവുകളില്ലാത്ത അവസ്ഥയായിരുന്നു സതീശൻ കസേരയിൽ വന്ന. അപ്പൊ സതീശനെ തോൽപ്പിക്കാൻ എങ്ങനെയെങ്കിലും സതീശനെ തോൽപ്പിക്കണം. ഇനിയിപ്പോ ഭരണം കിട്ടൂല എന്നുള്ള ഉറപ്പാ. അപ്പോ അവിടെ ഈ മറ്റുള്ളവരെ മാനേജബിൾ ആയതുകൊണ്ട് സതീശനല്ലാത്ത ആര് വന്നാലും ഓക്കെ ആയിരുന്നു. അപ്പൊ അവിടെയാണ് സതീശനെ തോൽപ്പിക്കാൻ ഈ പറയുന്ന CPIയുടെ സീറ്റായ പറവൂരിൽ ടൈസൺ മാഷെ അങ്ങ് എവിടെ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് പറവൂരിൽ മത്സരിപ്പിച്ചത്. മനസ്സിലായില്ലേ? എന്നിട്ടോ ആ പറവൂരില് എല്ലാ ചെറ്റത്തരവും കാണിച്ചു, എന്നിട്ടും സതീശൻ ജയിച്ചു. മനസ്സിലായില്ല? അപ്പോ സതീശനെ ടാർഗറ്റ് ചെയ്യുക അത് തെരഞ്ഞെടുപ്പിന് മുന്നേ തുടങ്ങിയതാ. അപ്പൊ മുഖ്യമന്ത്രി കസേരയിൽ വന്നപ്പോഴും വിഴിഞ്ഞത്തിന്റെ പേരിൽ സതീശനെ ടാർഗറ്റ് ചെയ്യാനായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ അതും വില പോയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരമാർത്ഥം എന്ന് പറയുന്നത്.
വാരിക്കുഴിയിൽ പിണറായി വിജയൻ തന്നെ വീണു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഇപ്പോ എന്തുകൊണ്ട് EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ പോലെയുള്ള ഇവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന കോവിന്ദനെയും പിണറായി വിജയനെയും തള്ളി ഒരു മറുത്തൊരു അഭിപ്രായത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ കൃത്യമായി കോവിന്ദനെതിരെയും പിണറായിക്കെതിരെയും പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു. അതിന്റെ സൂചനകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ കുഴിയിൽ സതീശൻ വീഴില്ല സഖാക്കളെ. കാരണം സതീശൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര ദിവസം കണ്ട പിണറായി വിജയനല്ല. സഖാക്കൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പിണറായി വിജയനാണ് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ. അല്ലടോ, പിണറായി വിജയനെ തൂക്കി വാങ്ങാനുള്ള കാശ് സതീശന്റെ പോക്കറ്റിലുണ്ട്. ഞാൻ പറയുമ്പോൾ സതീശൻ വലിയ പണക്കാരൻ അങ്ങനല്ലടോ, അതൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാല് രാഷ്ട്രീയം അത് ഇപ്പൊ ഓണം കുറെ ഉണ്ടത് കൊണ്ട് വലിയ പ്രാഗൽഭ്യം ഉണ്ടാവണമെന്നില്ല. അതാണ് ഈ അവസ്ഥ. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെ മൂലക്കിരിക്കേണ്ടി ഗതികേടിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ ഇത് പിണറായി വിജയന്റെ കയ്യിലിരിപ്പ് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ സർക്കാർ വലിയ രീതിയിൽ ക്ഷേമ അല്ലെങ്കിൽ വലിയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തടയിടാൻ, ഒരു ആരോപണം കൊണ്ടെങ്കിലും തടയിടാൻ, എന്തെങ്കിലും വിവാദം കൊണ്ട് തടയിടാൻ ഒന്നുകൊണ്ടും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഗതികേട് എന്ന് പറയുന്നത്.